അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. വിശുദ്ധ റമദാൻ ആഗതമായിട്ട് ഇന്നേക്ക് 5 ദിവസം കഴിയുന്നു. റമദാനിനെ വേണ്ട പോലെ ആദരിക്കുകയും റമദാനിൻ്റെ പവിത്രതയെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ കടമയാണ്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത് അത് ഹൃദയത്തിലെ തഖ്വയിൽ നിന്നുള്ളതാണ്. വിശുദ്ധ റമദാൻ പവിത്രമായ മാസമാണ്. ആ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്ന ഒന്നും തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. റമദാനിനെ ആദരിച്ചതിൻ്റെ പേരിൽ ധാരാളം മഹത്വങ്ങൾ നേടിയ മഹാന്മാരെ കുറിച്ച് നമുക്കറിയാം. അബ്ദുറഹ്മാൻ സഫൂർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ നുസ്ഹത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മജൂസിയായി തൻ്റെ മകനെ വിശുദ്ധ റമദാനിൻ്റെ പകലിൽ പരസ്യമായി ഭക്ഷണം കഴിച്ചതിനെ ശാസിച്ചു. അതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് ഹിദായത്ത് നൽകുകയും സ്വർഗപ്രവേശം നൽകുകയും ചെയ്ത ചരിത്രം പറയുന്നുണ്ട്. വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അത് കാത്തു സൂക്ഷിച്ചതാണ് ആ വ്യക്തിക്ക് കിട്ടിയ പാരിതോഷികം അള്ളാഹുവിൽ നിന്ന്. ഇത് സ്വായത്തമാക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. നമ്മുടെ സ്വഭാവ രൂപീകരണം വിശുദ്ധ റമദാനിനെ ആദരിക്കുന്നതിലൂടെ സ്വാഭാവികമായി രൂപപ്പെടും. ഏറ്റവും നല്ല സൽസ്വഭാവികളായി രൂപപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, അഥവാ ഒരു പുതിയ സ്വഭാവം എങ്ങനെ രൂപീകരിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ശാസ്ത്രീയമായ പഠനം ഒരു കാര്യം തുടർച്ചയായി 21 ദിവസം ചെയ്യുക എന്നുള്ളതാണ്. 21 മുതൽ 30-40 ദിവസം വരെ ഒരു കാര്യം തുടർച്ചയായി ചെയ്താൽ ആ ഒരു സംഭവം നമ്മുടെ ഹാബിറ്റായി ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഹാബിറ്റ് ക്രിയേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. അത്തരം സ്വഭാവങ്ങളെ ശീലിപ്പിക്കുക കൂടിയാണ് വിശുദ്ധ റമദാൻ ചെയ്യുന്നത്. വിശുദ്ധ റമദാനിലെ നോമ്പ് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് 3 തരത്തിലാണ്. യഅലം അന്ന സൗമ 3 ദറജാത്തിൻ, സൗമുൽ ഉമൂമി വസൗമുൽ ഖുസൂസി വസൗമു ഖുസൂസിൽ ഖുസൂസി. ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് സാധാരണ നോമ്പ്, അദ്ദേഹം ഭക്ഷണം വെടിയുന്നു, വികാരങ്ങൾ വെടിയുന്നു. ഇതാണ് ഒന്നാമത്തെ നോമ്പ്. രണ്ടാമത്തെ നോമ്പ് എന്ന് പറയുന്നത് വിശ്വാസികളുടെ സജ്ജനങ്ങളുടെ നോമ്പാണ്. സജ്ജനങ്ങളുടെ നോമ്പെന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനും നോമ്പിലായിരിക്കും, അവന്റെ എല്ലാ അവയവങ്ങളും നോമ്പിലായിരിക്കും. രണ്ടാമത്തെ നോമ്പ് ഇതാണ് ഒരു വിശ്വാസിയുടെ നോമ്പാകേണ്ടത്. ഇതിനാണ് നോമ്പ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ സർവ്വ അവയവങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രമേ ഉപയോഗിക്കൂ എന്ന ഒരു നിർബന്ധ ബുദ്ധി നമ്മിൽ സൃഷ്ടിക്കുകയാണ് നോമ്പിലൂടെ ചെയ്യുന്നത്. മൂന്നാമത്തെ നോമ്പെന്ന് പറയുന്നത് അത് സൗമു ഖുസൂസിൽ ഖുസൂസി, പ്രത്യേകക്കാരുടെ നോമ്പാണ്. അത് പെട്ടെന്ന് സ്വായത്തമാക്കുക സാധ്യമല്ല. ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും നോമ്പാണ്. അവർ സർവ്വസമയവും അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്നല്ലാത്ത ഒരു സമയവും അവരിൽ ഉണ്ടാവുകയില്ല. അങ്ങനത്തെ നോമ്പിനെയാണ് സൗമു ഖുസൂസിൽ ഖുസൂസി എന്ന് പറയുന്നത്. നമ്മുടെ നോമ്പ് മിനിമം സൗമുൽ ഖുസൂസി അഥവാ സജ്ജനങ്ങളുടെ പ്രത്യേകക്കാരുടെ നോമ്പിൽ പെടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദ തആമഹു വശറാബഹു. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ തൻ്റെ ഭക്ഷണവും വെള്ളവുമെല്ലാം ഒഴിവാക്കുന്നുണ്ട്, പക്ഷേ അവൻ അനീതി ചെയ്യുന്നതോ അധർമ്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോ അവൻ്റെ വായിലൂടെ വ്യാജം പറയുകയും ഇല്ലാ കഥകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ്റെ നോമ്പ് കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. റമദാനിൻ്റെ ആദരവിനെ ഭംഗം വരുന്ന ഒന്നും തന്നെ നമ്മുടെ നാവിൽ നിന്നുണ്ടായിക്കൂടാ. എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ടവർക്ക് വിശപ്പല്ലാത്തതൊന്നും ലഭിക്കുന്നില്ല. കാരണം അവരുടെ നോമ്പ് ഫസാദാണ്, നോമ്പ് ബാത്തിലാണ്, നോമ്പ് അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന രീതിയിലായിട്ടില്ല. കാരണം അവർ നോമ്പ് സമയത്ത് മറ്റുള്ളവരുടെ ഗീബത്ത് പറഞ്ഞും നമീമത്ത് പറഞ്ഞും അവർക്കിഷ്ടമില്ലാ കഥകൾ ഉണ്ടാക്കി മെനഞ്ഞെടുത്ത് അവരെ കുറിച്ച് പറഞ്ഞും ഉള്ളത് തന്നെ അവർക്ക് തൃപ്തിയില്ലാത്തതാണെങ്കിൽ പറഞ്ഞും നടക്കുന്നവരാണ്. റബ്ബ് അത്തരക്കാരുടെ നോമ്പിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. റമദാനിനെ ആദരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. നമ്മൾ ഒന്നായിട്ട് മാറുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സൗമുൽ ഖുസൂസി അഥവാ സജ്ജനങ്ങളുടെ നോമ്പ്, ആ ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ പെട്ടുകഴിഞ്ഞാൽ, അതിൽ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ, അഥവാ റമദാനിനെ ആദരിക്കേണ്ടതുപോലെ നമ്മുടെ നോമ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും ഒരു മാറ്റത്തിലേക്ക് പോവുകയാണ്. നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുകയാണ്. ഒരു സെൽഫ് കൺട്രോൾ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. വിശുദ്ധ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു സെൽഫ് കൺട്രോൾ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്.
ഇമ്പൾസ് കൺട്രോൾ, പെട്ടെന്നുള്ള ദേഷ്യം പോലത്തതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പഠിക്കും. അതിലൂടെ ഡിലേ ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ, പിന്നീട് ലഭിക്കാവുന്ന വലിയ സ്വപ്നങ്ങൾ, വലിയ നേട്ടങ്ങൾ, നമുക്ക് സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മളിപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ സുഖങ്ങളെ മാറ്റിവെക്കുന്നു. അതിലൂടെ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുന്നു. വിശുദ്ധ റമദാനിനെ ആദരിക്കാനും ബഹുമാനിക്കാനും അതിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.